2025 HSC പരീക്ഷകൾക്ക് ശേഷം ഇനി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നത് HSST പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. 2026 മെയ് മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾക്ക് ഈ പറയുന്ന HSST പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടോസ് അക്കാഡമിയിൽ നിന്നും HSST പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചുകൾ നമ്മൾ ഡിഫറെന്റ് സബ്ജക്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് HSST പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് HSST പരീക്ഷയുടെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ടീച്ചേഴ്സും അവരവരുടെ സബ്ജക്റ്റിലെ സാലറി സ്കെയില്, ലാസ്റ്റ് ടൈം എത്രയുണ്ടായിരുന്നു, വേക്കൻസികൾ ഏതൊക്കെയായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി ഈ ക്ലാസ്സസ് കണ്ട് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ HSST ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ടീച്ചിങ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. താങ്ക് യു. ടോസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റിൻ്റെയൊക്കെ റിസൾട്ട് ഓൾമോസ്റ്റ് വരാറായിട്ടുണ്ട്. ആൻസർ കീ ഓൾറെഡി പബ്ലിഷ് ചെയ്തു. അപ്പം നിങ്ങളിപ്പോൾ തന്നെ അതെല്ലാം നോക്കി എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു ടൈമായിരിക്കും അല്ലേ. അപ്പം ഈ സെറ്റ് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അടുത്തത് എന്താണ് എന്നുള്ളൊരു ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പം ആ ഒരു ഇതിലോട്ട് നമ്മളൊരു പുതിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോവുകയാണ്. HSSTയുടെ കോൾ ഫോർ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് 3 to 4 years ആവാറായി. അതിൻ്റെ ലിസ്റ്റ് ആണെങ്കിലും പബ്ലിഷ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 years ആവാറായി. അപ്പോൾ ഇനി ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ കാലാവധി തീരുകയും പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കാൻ, അപ്പം നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു വർഷം ഉണ്ടെന്ന്. ഇല്ല, ഒരു 3 to 4 months കൂടെ ഉള്ളൂ ഇനി ഒരു വർഷം കഴിയാനായിട്ട്. കാരണം ഓഗസ്റ്റ് ഓൾമോസ്റ്റ് കഴിയാറായി, സെപ്റ്റംബർ ഇപ്പോൾ ദേ അടുത്ത് തുടങ്ങും. അപ്പം ഒരു 3 to 4 monthsiനുള്ളിൽ 2025 തീരും. 2026 തുടക്കത്തിൽ തന്നെ നമ്മൾക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങളെല്ലാം ഓൾമോസ്റ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരിത്തിരി നല്ല രീതിയിലൊന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ലിസ്റ്റിൽ കയറി പറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, അപ്പം HSST ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് ടോസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ HSSTയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺലൈനായിട്ടാണ്. അപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. റെക്കോർഡഡ് ക്ലാസ്സസും റെക്കോർഡഡ് നോട്ട്സും ഒക്കെ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ടൈം ആൻഡ് സ്പേസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ HSST എക്സാം എങ്ങനെയായിരുന്നു, അതിൻ്റെ എലിജിബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഓവറോൾ സാലറി എന്തായിരുന്നു, കട്ട് ഓഫ്, കഴിഞ്ഞ എക്സാമിൻ്റെ കട്ട് ഓഫ്, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, പിന്നെ അതുപോലെ തന്നെ റെഫറൻസ് ബുക്സ്, ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെ നിങ്ങൾ നോക്കണം, അതുപോലെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഇക്കണോമിക്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് വേണം. അതുപോലെ തന്നെ ബി എഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെറ്റ് എക്സാം നിങ്ങൾ മസ്റ്റായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം. പക്ഷെ അതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ക്ലോസ് കൂടെ പറയാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് സെറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം ലിസ്റ്റിലൊക്കെ വരുവാണെങ്കിൽ അവരൊരു നിശ്ചിത സമയം തരും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സെറ്റ് ക്ലിയർ ചെയ്തെടുക്കണമെന്ന്. അപ്പം മാക്സിമം ഈ ഒരു എക്സാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ സെറ്റ് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം സെറ്റിൻ്റെ കോച്ചിങ്ങും നമ്മൾ നെക്സ്റ്റ് ടേമിലോട്ടുള്ളത് നമ്മൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടോസ് അക്കാദമിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് MA ഇൻ ഇക്കണോമിക്സ് വേണം, ഒപ്പം BEd കൂടെ ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ HSSTയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങണം.
പിന്നെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എംഫിലിനാണെങ്കിൽ 2 മാർക്സ്, PhD 4 മാർക്സ്, പിന്നെ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ 5 മാർക്സ്, പോസ്റ്റ് ഡോക്ടറൽ PDF എന്ന് പറയുന്നത് PhD കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് MA BEd വിത്ത് സിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും കേട്ടോ. പിന്നെ സാലറി സ്കെയിൽ പറയുകയാണെങ്കിൽ 45,600 മുതൽ 95,600 വരെയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 45 ഇയേഴ്സ് ആണ്. പിന്നെ ഈ ഒരു പരീക്ഷയുടെ മോഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് ഇതിന് വരുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണ ഇത് ഓൺലൈൻ ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ തവണ എക്സാം നടന്ന ടൈം എന്ന് പറയുന്നത് 30th ജൂലൈ 2022 ലാസ്റ്റ് എക്സാം നടന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 to 4 ഇയേഴ്സ് ആവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഒരു പുതിയൊരു ഇത് നമ്മൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ലിസ്റ്റ് വന്നത്. അത് 2023 വന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സോളം കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ഒരു വർഷവും കൂടെ നമ്മൾക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ലിസ്റ്റ് വാലിഡിറ്റി എല്ലാറ്റിനും വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 2026 കൂടി തന്നെ ഇതിൻ്റെ ഒരു വാലിഡിറ്റി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു നമ്മൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 458 പേരാണ് ലിസ്റ്റിൽ കയറിയിരിക്കുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 216 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 232 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 10 പേരും, അങ്ങനെ ഓൾമോസ്റ്റ് 458 പേരാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ എക്സാം എഴുതിയിട്ട് ഇത്ര പേർക്കല്ലേ വന്നുള്ളൂ എന്ന്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഒരു പേര് മതിയല്ലോ, ഒരു പ്ലേസ് മതിയല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ 458 ഒരാൾ നിങ്ങളാകാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അയ്യോ ഇത്ര ആൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഒരിക്കലും വരാൻ പാടില്ല കേട്ടോ. ലാസ്റ്റത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 42.67 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരെ ആണ് അവർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ 100 മാർക്കിനാണ് വരുന്നത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിലൊരു പ്രധാന കാര്യമുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കും, അത് തെറ്റാണെങ്കിൽ 0.33 മാർക്സ് വെച്ചിട്ട് നമ്മൾക്കത് പോകും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സെറ്റിൻ്റെ കേസിൽ നമ്മൾക്ക് നെഗറ്റീവ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സെറ്റ് നമ്മൾക്ക് അപ്പോൾ ഉത്തരം അറിയില്ലെങ്കിൽ നമുക്കൊരു ഗസ് അടിക്കാം. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ആൻസർ കൃത്യമായിട്ട് അറിയുമെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയ മാർക്ക് കൂടെ നമ്മൾക്ക് പോകും. ഓക്കെ, 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് നമ്മൾക്ക് എക്സാമിന് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ സെറ്റിനെ വെച്ചൊരു അഡ്വാൻസ്ഡ് ലെവലാണ് വരുന്നത്. ഇപ്പം സെറ്റിന് നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സിൻ്റെയും കുറച്ചും കൂടി ഒരു എലാബറേറ്റഡ് വേർഷനാണ് HSSTയുടെ സിലബസ്. പിന്നെ നമ്മളിപ്പം ആക്ച്വലി സെറ്റിൻ്റെ സിലബസ് മാറിയിട്ടില്ല. 2016 മുതൽ ഇപ്പം ഒരു ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ആവാറായി. അത് സെയിം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾക്ക് സെറ്റിൻ്റെ സിലബസിൽ നിന്നും ഒരു എലാബറേറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം സെറ്റും HSSTയുടെ സിലബസിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ HSSTയുടെ സിലബസ് ആണ് ഓൾമോസ്റ്റ് അത് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങളിപ്പം സെറ്റിന് പഠിച്ച കുട്ടികൾക്ക് HSSTയുടെ സിലബസ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു സിലബസ് ഒന്നും അല്ല. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. അപ്പം അത് കുറച്ചുകൂടി ഒന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കൂടുതൽ അങ്ങ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ട്രിക്കി ഒക്കെ ആയിട്ടായിരിക്കും ഇതിന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം അതിന് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ മൈക്രോയ്ക്കും മാക്രോയ്ക്കും അഹൂജയുടെ ടെക്സ്റ്റ് നല്ലതാണ്. അതൊരു കൈൻഡ് ഓഫ് ഗൈഡ് ബുക്ക് പോലത്തെ ടെക്സ്റ്റാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മൈക്രോയുടെ കേസിലൊക്കെ കോഷ്യാനിസിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, അത് നന്നായിട്ട് നോക്കുക. മാക്രോയുടെ കേസിൽ മാൻകീവിൻ്റെ ടെക്സ്റ്റ് ഭയങ്കര ഈസിയാണ് കേട്ടോ പഠിക്കാനായിട്ട്. മാൻകീവിൻ്റെ ടെക്സ്റ്റും നല്ലതാണ്, അഹൂജയുടെ ടെക്സ്റ്റും നല്ലതാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത്
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആ എക്സാമുമായിട്ടൊരു ഫെമിലിയാരിറ്റി വരും. പിന്നെ ഇന്ത്യൻ ഇക്കോണമിക്ക് നോക്കുകയാണെങ്കിൽ ദത്തൻ സുന്ദരം, രമേഷ് സിംഗ് ഇവരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ് വരുമ്പോൾ ദേബ്രാജയുടെ ടെക്സ്റ്റ് നല്ലതാണ്. അതിൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാ തിയറീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിയും അതിൻ്റെ അസംഷൻസും അതിൻ്റെ പ്രൊപ്പോണ്ടേഴ്സിനൊക്കെ നന്നായിട്ട് പഠിക്കണം. കാരണം ചിലപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അസേർഷൻ, റീസണിങ് അവിടെയൊക്കെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് അങ്ങനെ, അല്ലെങ്കിൽ ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ തിയറി നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് വരുമ്പോൾ ഡൊമിനിക് സാൽവറ്റോറിൻ്റെ ടെക്സ്റ്റ് നല്ലതാണ്. അത് ഈസിയാണ് നമ്മൾക്ക് വായിച്ചെടുക്കാനുമായിട്ട്. ഓക്കെ. പിന്നെ പബ്ലിക് ഫൈനാൻസ് ആണെങ്കിൽ BP ത്യാഗിയുടെയോ അല്ലെങ്കിൽ മസ്ഗ്രേവിൻ്റെ ടെക്സ്റ്റ് ബുക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് ആ പബ്ലിക് ടാക്സ് ഫൈനാൻസിനെ കുറിച്ചിട്ട് ബഡ്ജറ്റ്, ടാക്സേഷൻ, റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഡെറ്റ് ഇതിൻ്റെയൊക്കെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ അതെല്ലാം ഈസി ആയിട്ട് നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ SC ഗുപ്തയുടെ ടെക്സ്റ്റ് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ കർപ്പകത്തിൻ്റെ ടെക്സ്റ്റ് നല്ലതാണ്. അതുപോലെ ഹാൻലിയറ്റാളിൻ്റെ ടെക്സ്റ്റും നല്ലതാണ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ +1 +2യുടെ NCERTയുടെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ബുക്സും എല്ലാം നോക്കി വെക്കുക. ഈ SCERTയുടെയും NCERTയുടെയും ടെക്സ്റ്റ് ബുക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന്നൊക്കെയാണ് നമ്മൾക്ക് കൂടുതലായിട്ടും എക്സാമിന് ചോദ്യങ്ങളും വരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ MAക്ക് പഠിച്ചിട്ടുള്ള സിലബസും അതിൻ്റെ റെഫറൻസ് ബുക്സും ഉണ്ടല്ലോ ഓരോന്നിൻ്റെയും അഡ്വാൻസ്ഡ് മൈക്രോ, അഡ്വാൻസ്ഡ് മാക്രോ, ഇക്കണോമെട്രിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ഇന്ത്യൻ ഇക്കോണമി, പബ്ലിക് ഫൈനാൻസ് നിങ്ങളുടെ ആ സെമസ്റ്റർ ഉണ്ടല്ലോ 4 സെമസ്റ്ററിൽ വരുന്ന എല്ലാ ബുക്സും അതിൻ്റെ തന്നെ റെഫറൻസ് ആ സിലബസും അതിൻ്റെ റെഫറൻസും നിങ്ങൾ എടുത്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ HSST ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ HSSTയുടെ ഒപ്പം തന്നെ നമ്മൾക്ക് നെറ്റ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വെടിക്ക് ആക്ച്വലി 2 പക്ഷി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം HSSTയുടെ കോച്ചിങ് നമ്മൾ ഈ സെപ്റ്റംബർ 1st വീക്ക് തുടങ്ങുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടോസ് അക്കാദമിനെ കണക്ട് ചെയ്യുക. നമ്മൾക്ക് ഒരുമിച്ച് നമ്മൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.